ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഉണ്ട്, പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ജനറൽ സർവീസ് ഫുൾ ചെക്കപ്പ് കേട്ടോ. ഇത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്രോള് ഓവർഫ്ലോ ആയിട്ട് ഒരുപാട് പെട്രോൾ താഴേക്ക് പോവാം. അതായത് ഓവർഫ്ലോ ആയിട്ട് പ്ലഗിലേക്കും കൂടുതലായിട്ട് ഹെഡിനകത്തേക്ക് പെട്രോൾ ഇറങ്ങിയിട്ട് അത് ഫുൾ ശരിക്കും പറഞ്ഞാൽ പ്ലഗ് ഷോർട്ടായി പോകാനൊരു കാരണം കൂടി വന്നിട്ടുണ്ട്. പ്ലഗ് പുതിയ പ്ലഗ് കിടക്കണം, പക്ഷേ ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് ഓവർ പെട്രോൾ ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ ഒരു ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. തൽക്കാലം വേണമെങ്കിൽ ക്ലീൻ ചെയ്തിടാം. പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം മെയിനായിട്ട് കാർബറേറ്ററാണ്. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളാണ് ശരിക്കും അതിൻ്റെ വില്ലനായിട്ട് തന്നെ. ശരിക്കും ഇപ്പോൾ എൻ്റെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോൾ എന്നാണ് പറയാം. എത്തനോളാണ് 200 മില്ലി എത്തനോൾ 1 ലിറ്റർ പെട്രോളുണ്ട്. അതാണ് ശരിക്കും അതിൻ്റെ റേഷ്യോ തന്നെ കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഈ കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് ഒട്ടുമിക്കതിനും കംപ്ലയിൻറ്റ് വരാനുള്ള മെയിൻ റീസൺ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അറിയാം, കാർബറേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിച്ച് പൊടിയായിട്ട് ഇങ്ങനെ പോരാണ്. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പോൾ അത് ഈ ഓവർഫ്ലോ നീഡിൽ വരുന്ന ഭാഗത്തൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ട് ഫുൾ സ്റ്റക്കായി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയാലും ഇതേപോലെ പൊടി പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരാണ്. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ സ്റ്റേജിൽ ഈ കാർബറേറ്റർ അതിൻ്റെ മാക്സിമം ലൈഫിലാണ് നിൽക്കുക. കാർബറേറ്റർ മാറ്റിയിട്ടാലാണ് നമുക്ക് ആ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അതുകൂടാണ്ട് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ആണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചാലാണ് റെഡി ആവുള്ളൂ. ഈ പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് വരുന്ന പെട്രോൾ ടാപ്പ് അത് വാക്യൂം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടാപ്പാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ ഈ അലുമിനിയം ബോഡി തന്നെയാണ് അതിൻ്റെ ടാപ്പ്. അലുമിനിയം തന്നെയാണ് അതിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ അത് അലുമിനിയം ഈ പെട്രോളും തമ്മിൽ ശരിക്കും മിക്സ് ആവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഐറ്റം കംപ്ലയിൻ്റ് ആണ്. ഇതും പെട്രോൾ പൈപ്പൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ കാർബറേറ്റർ അസംബ്ലി പുതിയത് വയ്ക്കാൻ. എന്നാലാണ് ആ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിടാനുണ്ട്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ്. ഞാൻ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ബ്രേക്ക് ക്യാമ അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിടാം. പിന്നെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെയാണ്. അപ്പോൾ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ശരിക്കും ഈ എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തിൽ കൂടെ പ്ലഗ് മാറ്റിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ പ്ലഗ് ഷോർട്ട് ആവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഫയറിങ് സമയത്ത് കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരാനുള്ള റീസൺ മെയിനായിട്ട് പറഞ്ഞാൽ കൂടുതൽ പെട്രോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഓവർഫ്ലോ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഹെഡിനകത്തേക്കും പെട്രോൾ പോകുന്നുണ്ട്. അത് നമുക്ക് ഒട്ടും സ്റ്റാർട്ടായി കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലഗ് മാറ്റുന്ന കേസ് പറഞ്ഞത്. സാധാരണ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ഈ കിടക്കുന്ന എയർ ഫിൽറ്റർ പുതിയതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് എയർ ഫിൽറ്റർ വേണമെങ്കിൽ ഇത് തന്നെ ഇടാം. പ്ലഗ് മാത്രമായിട്ടൊന്നും മാറ്റിയിട്ടാൽ നല്ലതാണ്. ഞാൻ എസ്റ്റിമേറ്റിന് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത് കംപ്ലയിൻ്റ് ആയിട്ട് കാണുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്താൽ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഒരു പെർഫെക്ഷൻ കറക്റ്റ് ആവുള്ളൂ. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിനകത്ത് നമുക്ക് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഓരോ പാർട്സും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനും കൂടിയിട്ടാണ് അഴിച്ചത്. അപ്പോൾ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവൊക്കെയാണത്. നോർമൽ തേമാനുള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങി. അത് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ക്ലച്ച് ഷൂ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്ലച്ച് ബാക്കിലത്തെ വീലൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. ബെൽറ്റിന് വേറെ ഡാമേജ് ഒന്നുമില്ല. ബെൽറ്റ് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ കിക്കർ വീൽ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാർബറേറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലോ, കാർബറേറ്റർ മാറ്റി വെച്ചാലാണ് ഓൾറെഡി കംപ്ലയിൻറ്റ് മാറുള്ളൂ. ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ഷോക്കിൻ്റെ. അത് മൊത്തം ഇതേപോലെ പൊടിഞ്ഞവരാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് കോളർ മാത്രം നമുക്ക് മാറ്റി നോക്കാം. അത് കോളർ മാറ്റിയാൽ റെഡി ആകുമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്താൽ മതി. ഗ്രീൻ ബുഷ് മാറ്റിയിട്ട് അതങ്ങ് യൂസ് ചെയ്ത് കയറ്റാം. പിന്നെ അത് വീണ്ടും പ്ലേ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബുഷ് സെറ്റായിട്ട് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാനുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയറും കണ്ടീഷനാണ്. ബെയറിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ്. വേറെ പ്രോബ്ലം ഇല്ല. നമുക്ക് അതിൻ്റെ ബാറ്ററി ഞാൻ കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ 12.27 വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.75 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഞാൻ എൻ്റെ ബാറ്ററി സർവീസിൻ്റെ കൂട്ടത്തിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ ചെയ്തെന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്.
അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ. പിന്നെ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായിട്ട് ഇപ്പോൾ ബ്രേക്ക് നമ്മൾ വർക്ക് ചെയ്യിച്ചാൽ പോലും ഇത്രയും കഴിഞ്ഞ ബ്രേക്ക് ആയ പോലെയാണ് നിൽക്കുക. പക്ഷേ നമ്മളിവിടെ കേബിൾ വിടിയിച്ചിട്ടിട്ടും നമുക്ക് അവിടെ പ്ലേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കേബിളുകൾ ഔട്ടർ വലിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ 2 ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിടാം, അപ്പോഴാണ് ക്ലിയർ ആവുള്ളൂ. കാരണം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് ഒന്നാമത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങടേക്ക് ഒരു കേബിൾ കണക്ഷൻ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഔട്ടർ വലിയേക്കാണ്. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴും ഇവിടെ പ്ലേ കുറവായതുകൊണ്ട് തന്നെ ബ്രേക്കും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ അത് കംഫർട്ട് അല്ലെങ്കിൽ ബാക്ക് ബ്രേക്ക് പോലും നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, കോമ്പി ബ്രേക്ക് ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞ ഡാമേജുള്ള പാർട്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ ഇടുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറയാം നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ. ഒന്ന് ഗ്രീൻ ബുഷ്, ഇതിനകത്ത് തന്നെ ബുഷ്, ഇവിടെ വരുന്ന കോളർ മാത്രം മാറ്റി നോക്കാം ഇതിൻ്റെ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ. അത് പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ കേബിളുകൾ, ഫ്രണ്ടിലത്തെ 2 ബ്രേക്കിൻ്റെ കേബിളുകൾ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ കാർബറേറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലഗ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്യൂവലിൻ്റെ ടാങ്കിന് പൈപ്പും അതേപോലെ തന്നെ പെട്രോൾ ടാപ്പും വരുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക്. പിന്നെ ഈ ബാക്ക് മൺകാട് ഇവിടെ ഒരു ഇടി ഇട്ടിട്ട് ബാക്ക് മൺകാട് ഇങ്ങനെ കോടി പോയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് പൊട്ടിപ്പോയേക്കണതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളതൊന്ന് കയറ്റി അലൈൻ ആക്കി വെച്ചിട്ടുണ്ട്. 100% പെർഫെക്ഷൻ നിൽക്കില്ല, തൽക്കാലത്തേക്ക് അത് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.